ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും +2 മാത്തമാറ്റിക്സ് ലാബ് ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 4-ൽ നിന്നും 2025 പ്രാക്ടിക്കൽ മോഡൽ എക്സാമിനേഷൻ ചോദിച്ച ചോദ്യപേപ്പറും അതിൻ്റെ വിശദീകരണവുമാണ്. നോക്കൂ, ഇതാണ് 2025-ലെ പ്രാക്ടിക്കൽ മോഡൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ. 10 മാർക്കിന് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ 8 മാർക്കിന് മാത്രം കറക്റ്റാക്കി എഴുതിയാൽ മതിയാകും. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന ലാബിൽ നിന്നും സാധാരണ ചോദിക്കാറുള്ള ആപ്ലെറ്റിൻ്റെ കൺസ്ട്രക്ഷനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി ജിയോജിബ്ര വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ കൃത്യമായ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഡയറക്ഷൻ പാലിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ആപ്ലെറ്റ് വളരെ സിമ്പിളായിട്ട് ആർക്കും നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ ക്യാപ്സ് ലോക്ക് ഓഫ് ആണോ എന്നുള്ള കാര്യം പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. ക്യാപിറ്റൽ O = 00 അതാണ് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഒറിജിൻ ക്യാപിറ്റൽ O = 00 എന്നുള്ള പോയിന്റ് ടൈപ്പ് ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞ കാര്യം യൂണിറ്റ് സർക്കിൾ വിത്ത് സെൻറ്റർ O ആയിട്ടുള്ള യൂണിറ്റ് സർക്കിൾ ഉണ്ടാക്കാനാണ്. സർക്കിൾ ടൂളിൽ നിന്ന് സെക്കൻഡ് ടൂൾ എടുക്കുന്നു, ഓയിൽ ക്ലിക്ക് ചെയ്യുന്നു, റേഡിയസ് 1 എന്ന് കൊടുക്കുന്നു. അന്നേരം നമുക്ക് യൂണിറ്റ് സർക്കിൾ കിട്ടുന്നു. ഓക്കെ, മൂന്നാമത് ചെയ്യേണ്ട കാര്യം 10 എന്നുള്ള പോയിന്റ് പ്ലോട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇൻപുട്ട് ബാറിൽ 1,0 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അന്നേരം നമുക്ക് A എന്നുള്ള പോയിന്റ് കിട്ടുന്നു. അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് മിനിമം 0 മാക്സിമം 2π ഇൻക്രിമെൻ്റ് 0.1 ആയിട്ടുള്ള ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനാണ്. സ്ലൈഡർ ടൂൾ ബോക്സിൽ നിന്നും സ്ലൈഡർ എടുക്കുന്നു. സ്ലൈഡർ വേണ്ട സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുന്നു. മിനിമം -5 എന്നായിരിക്കും ഡീഫോൾട്ടായിട്ട് ഉണ്ടാവുക. അതിനെ 0 ആക്കി മാറ്റുന്നു. മാക്സിമം 5 ആണ് ഡീഫോൾട്ടായിട്ട് ഉണ്ടാവുക. അത് 2π ആക്കുന്നു, 2πi. ഓക്കെ, ടാബ് അടിച്ചു കൊടുത്താൽ അടുത്ത ബോക്സിലേക്ക് വരും. ഇൻക്രിമെൻ്റ് 0.1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ സ്ലൈഡറിൻ്റെ ക്രിയേഷൻ പൂർത്തിയാകുന്നു. ഇനി വേണ്ടത് ഈ ഒരു ഇൻപുട്ട് കമാൻഡ് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. P = rotate AO ആൻഡ് പ്ലോട്ട് ദി പോയിന്റ് P ഓൺ ദി സർക്കിൾ എന്നാണ് പറഞ്ഞത്. ഈ ഒരു ഇൻപുട്ട് കമാൻഡ് തെറ്റാതെ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആ ഒരു കമാൻഡ് നമ്മൾ കോപ്പി ചെയ്യുന്നു. P = rotate AO എന്നുള്ള കമാൻഡ് നമ്മൾ കോപ്പി ചെയ്യുന്നു. Ctrl+C കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിയാകും. ജിയോജിബ്ര വിൻഡോയിൽ പോയിട്ട് ഇൻപുട്ട് ബാറിൽ പേസ്റ്റ് ചെയ്യുന്നു. Ctrl+V. ഓക്കെ, നമുക്ക് ഏത് പോയിന്റ് കിട്ടുന്നു? P എന്നുള്ള പോയിന്റ് കിട്ടുന്നു. സർക്കിളിനകത്ത് P എന്നുള്ള പോയിന്റ് കിട്ടുന്നു. അടുത്ത കാര്യം Oയും Pയും തമ്മിൽ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ലൈൻ സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ച് ലൈൻ സെഗ്മെൻറ്റ് ടൂൾ എടുക്കുന്നു. Oയും Pയും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് A എന്നുള്ള സ്ലൈഡറിന് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഇൻപുട്ട് ബോക്സ് ടൂൾ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുന്നു. വേണ്ട സ്ഥലത്ത് ഇൻപുട്ട് ബോക്സിന് വേണ്ടി ക്ലിക്ക് ചെയ്യുന്നു. Aക്കാണ് ഇൻപുട്ട് ബോക്സ് വേണ്ടത്. A = എന്ന് കൊടുക്കുന്നു. ശേഷം ഇൻപുട്ട് ബോക്സ് Aക്കാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് Aയുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. എപ്പോഴും മൂവ് ടൂളിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്താണോ ഹൈലൈറ്റ് ആയിട്ടുള്ളത് അത് വീണ്ടും വരും. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തിനാണ് ഈ ആപ്ലെറ്റ് ഉണ്ടാക്കിയത് എന്ന് കൂടെ മനസ്സിലാവേണ്ടേ? ഇതാണ് A = 1 ആണ് ഇവിടുത്തെ ആംഗിൾ. AOP എന്ന് പറയുന്ന ആംഗിൾ A = 1 ആണ്. അതായത് ഇത് 1 റേഡിയൻ ആണ്. ഈ 1 റേഡിയൻ്റെ സൈനും കോസും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ Pയുടെ കോർഡിനേറ്റ്സ് നോക്കിയാൽ മതി. അപ്പോൾ Pയുടെ കോർഡിനേറ്റ്സ് കാണിക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി ഞാൻ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുന്നു. P ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ Pയെ കുറച്ച് ഒന്ന് വലുതാക്കിയും കളറൊക്കെ മാറ്റിയും ഒക്കെ കാണിക്കുന്നു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? Pയുടെ കോർഡിനേറ്റ്സ് ഒക്കെ കിട്ടി അല്ലേ? വേണമെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ കൃത്യമാക്കാൻ വേണ്ടി ഓപ്ഷൻസിൽ പോയിട്ട് റൗണ്ടിങ്ങിൽ പോയിട്ട് 3 ഡെസിമൽ പ്ലേസ് ആക്കിയാൽ കുറച്ചുകൂടെ നല്ല ആൻസർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്താ ഇതിൻ്റെ താല്പര്യം? ഇവിടെ A = 1 ആണ്. 1 റേഡിയൻ ആണ് ആംഗിൾ. സൈൻ 1 എന്ന് പറയുന്നത് Pയുടെ y കോർഡിനേറ്റാണ്, 0.841. കോസ് 1 എന്ന് പറയുന്നത് Pയുടെ x കോർഡിനേറ്റാണ്, 0.54.
അപ്പോൾ ഈ യൂണിറ്റ് സർക്കിളിൻ്റെ എക്സ് കോർഡിനേറ്റ് കോസും വൈ കോർഡിനേറ്റ് സൈനുമാണ് എന്ന് കൂടെ നമ്മൾ ഈ ഒരു ആപ്പ് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യം ഇവിടെ പൂർത്തിയാകുകയാണ്. ആൻസർ ഷീറ്റിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ആൻസർ ഷീറ്റിൽ നമ്മൾ എഴുതേണ്ടത് ആപ്ലെറ്റ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്, ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഉണ്ടാക്കിയ ആപ്ലെറ്റ് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസറൊക്കെ വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. നോക്കൂ, ഇതാണ് നമ്മുടെ ആപ്ലെറ്റ്. ഈ ആംഗിളിൻ്റെ കോസ് എന്താ വരിക? ഈ ആംഗിളിലെ കോസ്, അതായത് കോസ് AOP എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആണ്. എക്സ് കോർഡിനേറ്റ് ഓഫ് പി ആണ്. ആരെ എക്സ് കോർഡിനേറ്റ്? 0.622. ക്ലിയർ? ഇനി സൈൻ AOP എന്ന് പറഞ്ഞാലോ? സൈൻ ആംഗിൾ AOP എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് ആണ്. വൈ കോർഡിനേറ്റ് ഓഫ് പി ആരാ? വൈ കോർഡിനേറ്റ് 0.783. ഇനി നമുക്ക് വേണ്ടത് സീക്കാണെങ്കിലോ? സീക്ക് എന്ന് പറയുന്നത് 1 കോസ് ആണല്ലോ. അപ്പോൾ 1 എന്താ വരിക? കോസ് ആരാ? എക്സ് ഓഫ് പി അല്ലേ? അപ്പോൾ 1 എക്സ് ഓഫ് പി എന്ന് വരും. ഓക്കെ, ഇനി വേണ്ട കൊസീക്ക് ആണെങ്കിലോ? കൊസീക്ക് എന്ന് പറയുന്നത് 1 സൈൻ അല്ലേ? സൈൻ എന്ന് പറയുന്നത് വൈ അല്ലേ? അപ്പോൾ 1 പറഞ്ഞോളൂ വൈ ഓഫ് പി എന്ന് വരും. ഓക്കെ, ഇനി വേണ്ടത് ടാൻ ആണെങ്കിലോ? ടാൻ എന്ന് പറയുന്നത് സൈൻ കോസ് അല്ലേ? സൈൻ ആരാ? വൈ. കോസ് ആരാ? എക്സ്. അപ്പോൾ വൈ ഓഫ് പി എക്സ് ഓഫ് പി എന്ന് വരും. ഓക്കെ, കോട്ട് ആംഗിൾ എ ഓഫ് പി കാണണമെങ്കിൽ കോസ് ബൈ സൈന. ആരാണ് കോസ്? എക്സ്. ആരാണ് സൈന്? വൈ. അപ്പോൾ എക്സ് ഓഫ് പി ഡിവൈഡ് ബൈ വൈ ഓഫ് പി. ഈ കാര്യം കൂടെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകണം. ഓക്കെ, എങ്കിൽ തുടർന്ന് വരുന്ന ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, കോസ് 2.7ൻ്റെ വാല്യൂ മുകളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലെറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കാനും അതിൻ്റെ മെത്തേഡ് എഴുതാനുമാണ്. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആപ്ലെറ്റിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആപ്ലെറ്റ് അല്ലേ? നമുക്ക് ആരുടെ വാല്യൂ വേണ്ടത്? കോസ് 2.7ൻ്റെ വാല്യൂ. എന്തായിരിക്കും ചെയ്യുക? 2.7 എന്ന് സ്ലൈഡറിൽ എഡിറ്റ് ചെയ്യണം. അതായത് ഇവിടുത്തെ ആംഗിൾ 2.7 റേഡിയനാണ്. ഓക്കെ, 2.7ൻ്റെ കോസ് അല്ലേ വേണ്ടത്? കോസ് എന്താണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് എക്സ് കോർഡിനേറ്റ് ഓഫ് പി. ആരാ എക്സ് കോർഡിനേറ്റ് ഓഫ് പി? -0.904. അപ്പോൾ കോസ് 2.7 ഈക്വൽ ടു -0.904. ഇനി സൈനാണ് ചോദിച്ചെങ്കിലോ 0.427. ക്ലിയർ ആണല്ലോ? സെക്കൻഡ് കോളിൽ കോസ് നെഗറ്റീവാ, സൈൻ പോസിറ്റീവാ, ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതുന്ന ശൈലി ഒന്ന് മനസ്സിലാക്കാം. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 2, കോസ് 2.7 ഈക്വൽ ടു എന്താ? എക്സ് ഓഫ് പി. അത്രമാത്രം എഴുതിയാൽ മതി. ആരാ എക്സ് ഓഫ് പി എന്ന് പറയുന്നത്? നമ്മൾ കണ്ടല്ലോ, -0.904. ഓക്കെ, ക്വസ്റ്റ്യൻ 3യിലേക്ക് വരാം. ക്വസ്റ്റ്യൻ 3 നോക്കിക്കോളൂ. സൈൻ -4.7ൻ്റെ വാല്യൂ കാണാനാണ്. ഒരു കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സ്ലൈഡറിൽ എഡിറ്റിംഗ് ഒന്നും പാടില്ല. മിനിമം ആരേ പാടുള്ളൂ? 0 പാടുള്ളൂ. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അതേ ആപ്ലെറ്റിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. ഓക്കെ, ആ ആപ്ലെറ്റ് ഇങ്ങനെ ആയിരുന്നല്ലോ നേരത്തെ അല്ലേ? 2.7ൻ്റെ വാല്യൂ അല്ലേ നമ്മൾ കണ്ടത്? ശരി, ഇനി നമുക്കിവിടെ വേണ്ടത് സൈൻ -4.7ൻ്റെ വാല്യൂ ആണ്. -4.7ൻ്റെ വാല്യൂ കാണാൻ വേണ്ടി -4.7 ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് പ്രയോജനമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇവിടുത്തെ മിനിമം 0 ആണ് അല്ലേ? നമ്മുടെ സ്ലൈഡറിലെ മിനിമം 0യും മാക്സിമം 2πയുമാണ്. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? അവിടെയാണ് നമ്മൾ പഠിച്ച ട്രിഗ്ണോമെട്രി ഉപയോഗിക്കേണ്ടത് അല്ലേ? സൈൻ -4.7 കാണാൻ വേണ്ടി സൈൻ -θ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? മൈനസ് സൈൻ തീറ്റയാണെന്നറിയാം അല്ലേ? സൈൻ -θ കാണാൻ സൈൻ തീറ്റ അറിഞ്ഞാൽ മതി. എന്നിട്ടോ അതിനൊരു നെഗറ്റീവ് ചിഹ്നം കൊടുത്താൽ മതി. സൈൻ -θ ഈക്വൽ -സൈൻ തീറ്റ. അപ്പോൾ സൈൻ -4.7 കാണാനോ സൈൻ 4.7 മൈനസ് കൊടുത്താൽ മതി. അതായത് സൈൻ -4.7 ഈക്വൽ ടു -സൈൻ 4.7. അപ്പോൾ ഇവിടെ എന്താ ടൈപ്പ് ചെയ്യേണ്ടത്? 4.7 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, 4.7ൻ്റെ സൈന് ഞാൻ കാണുന്നു. 4.7ൻ്റെ സൈൻ എത്രയാ? -1 ആണ് അല്ലേ? 4.7 എന്ന് പറഞ്ഞാൽ 3π/2 അല്ലേ? അതുകൊണ്ടാണ് ആൻസർ എന്ത് കിട്ടിയത്? -1 എന്ന് കിട്ടിയത്. സൈൻ 4.7 ആണ് -1. നമുക്ക് എന്താ വേണ്ടത്? സൈൻ -4.7. അപ്പം എന്തായിരിക്കും ആൻസർ? -സൈൻ 4.7 അല്ലേ കിട്ടുക? ഒരു മൈനസ് കൊടുത്താൽ പോരെ? അപ്പം -1 എന്ന് കിട്ടും. കൃത്യമാണല്ലോ, വളരെ ഈസി ആണല്ലോ. ഇനി നമുക്കത് ആൻസർ ഷീറ്റിൽ എഴുതാം. ഓക്കെ, സൈൻ -4.7 ഈക്വൽ ടു -സൈൻ 4.7 എവിടെ നിന്ന് കിട്ടി? സൈൻ -θ ഈക്വൽ ടു -സൈൻ തീറ്റ. ഓക്കെ, സൈൻ 4.7ൻ്റെ വാല്യൂ -1 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് -y ഓഫ് പി. സൈൻ എന്ന് പറഞ്ഞാൽ y ആണല്ലോ. അപ്പോൾ -1 എന്ന് കിട്ടും. സോ ദി ആൻസർ ഈസ് 1.
വെരി വെരി ഈസി അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4. എന്താ ചോദ്യം? ഇവിടെ റൈറ്റ് ദി മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദി വാല്യൂ ഓഫ് കോട്ട് 2.5 ഓൾസോ ഫൈൻഡ് ദി വാല്യൂ. കോട്ട് 2.5ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിൻ്റെ മെത്തേഡ് എഴുതുക, വാല്യൂ കാണുക. നമുക്ക് എല്ലാ ഡയറക്ഷൻസും തന്നിട്ടുണ്ട്, ഇതിലേതാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ അല്ലേ? നമ്മൾ അപ്പുറത്ത് കണ്ടല്ലോ. കോസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, സൈൻ എന്ന് പറഞ്ഞാൽ വൈ ആണല്ലോ. അപ്പോൾ എക്സ് ഓഫ് പി ബൈ വൈ ഓഫ് പി എന്ന് കൊടുത്താൽ മതി, ഈ ഒരു കമാൻഡ് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്ത ജിയോജിബ്ര വിൻഡോയിലേക്ക് മടങ്ങി പോവുകയാണ്. ഓക്കെ, വേണ്ടത് കോട്ട് 2.5ന്റെ വാല്യൂ ആണ്. അപ്പോൾ എന്തായിരിക്കും ഞാൻ ചെയ്യുക? നമുക്ക് ഈ ഒരു ആപ്ലെറ്റ് വെച്ച് ഡയറക്റ്റ് ആയിട്ട് എന്തേ കിട്ടൂ? സൈനും കോസും മാത്രമേ കിട്ടൂ. കോട്ട് കിട്ടുമോ? ഇല്ല. അപ്പം നമ്മൾ കോട്ട് കാണാൻ വേണ്ടി കോസ് ബൈ സൈൻ കാണണം, അത്രയേ ഉള്ളൂ. കോട്ട് 2.5. ഓക്കെ, കോട്ട് 2.5 കാണാൻ വേണ്ടി ഞാൻ 2.5 ടൈപ്പ് ചെയ്തപ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടിയടാ? കോസ് 2.5 കിട്ടി. ആരാ? -0.801. പിന്നെ സൈൻ 2.5 കിട്ടി. ആരാ? 0.598 അല്ലേ. അപ്പോൾ എനിക്ക് വേണ്ടത് കോട്ടാണല്ലോ. കോട്ട് കിട്ടാൻ വേണ്ടി ഞാൻ എന്തായിരിക്കും ചെയ്യുക? കോട്ട് കിട്ടാൻ വേണ്ടി കോസ് ബൈ സൈൻ ചെയ്യും. ആരാ കോസ്? എക്സ് ഓഫ് ക്യാപിറ്റൽ പി. ഓക്കെ, എക്സ് ഓഫ് ക്യാപിറ്റൽ പി ആണ് കോസ്, ഡിവൈഡ് ബൈ സൈൻ. സൈൻ എന്ന് പറഞ്ഞാൽ വൈ ഓഫ് ക്യാപിറ്റൽ പി. ഓക്കെ, അപ്പോൾ എക്സ് പി കോസ് ബൈ സൈൻ അല്ലേ. കോസ് ബൈ സൈൻ എക്സ് ഓഫ് പി ബൈ വൈ ഓഫ് പി എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ കിട്ടും. ആര എക്സ് ഓഫ് പി? -0.801. ആര വൈ ഓഫ് പി? 0.598. ഇതൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ആര് കാൽക്കുലേറ്റ് ചെയ്തോളും? അതൊക്കെ ജിയോജിബ്ര കാൽക്കുലേറ്റ് ചെയ്തോളും. ആൻസർ എന്താ കിട്ടുക? -1.339. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ കിട്ടിയല്ലോ. കോട്ട് ചോദിച്ചത് കൊണ്ടാണ് ഇത് ഉപയോഗിച്ചത്. ടാൻ ആണെങ്കിലോ സൈൻ ബൈ കോസ്, വൈ ബൈ എക്സ് ഉപയോഗിക്കും അല്ലേ. സീക്കാണെങ്കിലോ 1/x ഉപയോഗിക്കും, 1/cos അല്ലേ. കോട്ട് സീക്കാണെങ്കിലോ 1/y ഉപയോഗിക്കും, അതായത് 1/sin. ക്ലിയർ ആണല്ലോ. അതിൻ്റെ ആൻസർ ഇവിടെ പൂർത്തിയാകുന്നു. ഞാനത് ആൻസർ ഷീറ്റിൽ എഴുതുന്ന രൂപം ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ആൻസർ ഷീറ്റിൽ ഇങ്ങനെ എഴുതേണ്ടത്: കോട്ട് 2.5 ഈക്വൽ കോസ് 2.5 ബൈ സൈൻ 2.5. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് പി ബൈ വൈ ഓഫ് പി. ദാറ്റ് ഇസ് ഈക്വൽ ടു -0.801 ബൈ 0.598. നിങ്ങൾ ഇത് ചെയ്യുമ്പം തന്നെ ജിയോജിബ്ര നോക്കി ഇങ്ങനെ ആൻസർ ഷീറ്റിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ഇനി ഇവിടുത്തെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. എന്താ അവസാനത്തെ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ പോയിന്റ് ഓൺ ദി ഗ്രാഫ് ഓഫ് കോസ് എക്സ്? താഴെ കൊടുത്തിൽ കോസ് എക്സിന്റെ പോയിന്റ് ഏതാണ്? കോസ് എക്സിന്റെ ഗ്രാഫിലുള്ള പോയിന്റ് ഏതാണ്? ഈസി അല്ലേ. കോസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ എ എക്സ് ഓഫ് പി ആണ് കോസിലെ പോയിന്റ്, കോസ് എക്സ് എന്നുള്ള ഗ്രാഫിലെ പോയിന്റ്. ഇത് ഗ്രാഫിലെ പോയിന്റാ സൈനിലെ. ഇത് പറ നിങ്ങൾ 1/sin കൊസീക്. ഇത് പറ 1/cos. അല്ല 1/cos സീക്ക് അല്ലേ. സീക്കാണ് ചോദിച്ചെങ്കിൽ ഇതാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ. ശരി, എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ പോയിന്റ് പ്ലോട്ട് ചെയ്തിട്ട് അതിനെ ട്രേസ് ചെയ്ത് ആനിമേറ്റ് ചെയ്ത് കോസ് എക്സിന്റെ ഗ്രാഫ് വരക്കാനാണ്. വെരി ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എ എക്സ് ഓഫ് പി എന്ന ആൻസർ ഷീറ്റിൽ എഴുതിയതിന് ശേഷം നമുക്ക് വേണ്ട കാര്യം എ എക്സ് ഓഫ് പി എന്നുള്ള പോയിന്റിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഇൻപുട്ട് ബാറിൽ കൊടുക്കണം അല്ലേ. ഇൻപുട്ട് ബാറിൽ ഞാൻ എന്ത് കൊടുക്കുന്നു? എ കോമ എക്സ് ഓഫ് പി എന്ന് കൊടുക്കുന്നു. എ കോമ എക്സ് ഓഫ് ക്യാപിറ്റൽ പി. ഓക്കെ, എ കോമ എക്സ് ഓഫ് ക്യാപിറ്റൽ പി ഇൻപുട്ട് ബാറിൽ കൊടുത്തപ്പോൾ ഒരു പോയിന്റ് എനിക്ക് കിട്ടി. കണ്ടോ, ബി എന്നുള്ള പോയിന്റ് കിട്ടിയല്ലോ. ഇതാണ് ഈ ബിക്ക് ട്രേസ് കൊടുക്കാനാണ് പറഞ്ഞത്. ബിക്ക് ഈ ബി എന്നുള്ള പോയിന്റ് എവിടുത്തെ പോയിന്റാ? കോസ് എക്സിന്റെ ഗ്രാഫിലെ പോയിന്റാ. ഓക്കെ, ബി എന്നുള്ള പോയിന്റ് ട്രേസ് കൊടുക്കുക. അപ്പോൾ ട്രേസ് ഓൺ ചെയ്തു. ഓക്കെ, ഇനി അത് ആനിമേറ്റ് ചെയ്യുക. ആനിമേഷൻ ഓൺ ആക്കുക. സ്ലൈഡറിൽ ആനിമേഷൻ ഓൺ ആക്കുക. ഓക്കെ, ഞാൻ ഗ്രാഫ് കുറച്ച് ഭംഗി ഉണ്ടാകുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ ഷോ ലാബിലൊക്കെ അങ്ങ് ഒഴിവാക്കുക. ബിയുടെ പേരൊക്കെ അങ്ങ് ഒഴിവാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. ഓക്കെ, ഒരു ഭംഗിക്ക് വേണ്ടി, നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഒരു ഭംഗിക്ക് വേണ്ടി കളറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ് എക്സിൻ്റെ ഗ്രാഫ് എപ്പോഴാണ് കിട്ടുക? ഇപ്പം ഞാൻ അതിനെ ട്രേസ് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ. അതിനെ ആനിമേറ്റ് ചെയ്യണം. ആനിമേറ്റ് ചെയ്യാൻ സ്ലൈഡറിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സ്ലൈഡറിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആനിമേഷൻ ഓൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഓൺ ആക്കി കൊടുക്കുക. ഓക്കെ, അന്നേരം ആരുടെ ഗ്രാഫായി വരക്കുന്നത്? കോസ് എക്സിൻ്റെ ഗ്രാഫ് വരക്കുന്നു. ഏത് ഇൻ്റർവെല്ലിൽ മാത്രമേ ഇവിടെ വരക്കുള്ളൂ? ഇവിടെ 0 മുതൽ 2π വരെ. കാരണം സ്ലൈഡറിൽ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ, 0 മുതൽ 2π വരെ അല്ലേ. 0 മുതൽ 2π വരെയുള്ള കോസ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചു. ഇനി കൂടുതൽ വരക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്ലൈഡറിലെ വാല്യൂ ഒക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. കോസ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെ തന്നെ അല്ലേ? യെസ്, വെരി ഗുഡ്. ഇത് 2π ആണ്.
കേട്ടോ. 6.28 2π. വേണമെങ്കിൽ എക്സ് ആക്സിലെ വാല്യൂ ഒക്കെ മാറ്റി നിങ്ങൾക്ക് കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതോടുകൂടി ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും ചോദ്യങ്ങളെ ആകെ ഉള്ളൂ അല്ലേ. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതുമെന്ന് അറിയണല്ലോ. എങ്ങനെ ആൻസർ എഴുതാം? ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ എ ഈ ഓപ്ഷൻ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, എ എക്സ് ഓഫ് പി എന്ന് എഴുതിയാൽ മതി. ബിയുടെ ആൻസർ ഗ്രാഫ് വരക്കണമെന്നൊന്നുമില്ല, ഗ്രാഫ് വരച്ചിട്ടുണ്ട് എന്ന് എഴുതിയാൽ മതി. ഗ്രാഫ് ഓഫ് കോസ് എക്സ് ഇസ് ഡ്രോൺ ബൈ ആനിമേറ്റിംഗ് ദി സ്ലൈഡർ ആൻഡ് ആഫ്റ്റർ ട്രേസിംഗ് ദി പോയിന്റ് എ എക്സ് ഓഫ് പി. എ എക്സ് ഓഫ് പി എന്നുള്ള പോയിന്റ് ട്രേസ് കൊടുത്തുകൊണ്ട് സ്ലൈഡർ ആനിമേറ്റ് ചെയ്ത് ഗ്രാഫ് വരച്ചിട്ടുണ്ട് എന്ന് എഴുതിയാൽ മതി. വേണമെങ്കിൽ ചെറുതായിട്ട് കോസ് എക്സിൻ്റെ ഗ്രാഫ് ആൻസർ ഷീറ്റിൽ വരക്കുകയും ചെയ്യാം. ഇതോടുകൂടി 2025 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ലാബ് 4 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലെ ചോദ്യങ്ങളുടെ വിശദീകരണം അവസാനിക്കുകയാണ്. നന്നായിട്ട് ക്ലാസ് കേട്ട് മനസ്സിലാക്കുക. ലാബുള്ളവർ സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്യുക. എന്നിട്ട് പബ്ലിക് എക്സാം വളരെ മനോഹരമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു ഓൾ.